ഹലോ, എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, എല്ലാവർക്കും സ്വാഗതം. മത്സരപരീക്ഷയുടെ ഈ വലിയ ലോകത്ത് ഒരൊറ്റ ദിവസം, അതെ, ഒരൊറ്റ തീയതിയിലെ കാര്യങ്ങൾ പഠിച്ചാൽ 10ൽ കൂടുതൽ മാർക്ക് ഉറപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ കേട്ടോളൂ, ഫെബ്രുവരി 13 എന്ന ആ ഒരു ദിവസമാണ് നമ്മൾ ഇന്ന് കീറിമുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഈ ഒരൊറ്റ വിശകലനം കഴിയുമ്പോഴേക്കും ഈ തീയതിയിൽ നിന്നുള്ള ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടമാവില്ല, എന്റെ ഉറപ്പ്. അതെ, ചോദ്യം വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് ഒരൊറ്റ ദിവസം നിങ്ങളുടെ റാങ്കിനെ സ്വാധീനിക്കുന്നത്? ഇത് വെറുമൊരു സംശയമല്ല, സത്യമാണ്. ഈ വിശകലനത്തിന്റെ അവസാനം ഫെബ്രുവരി 13-നെക്കുറിച്ച് എന്ത് ചോദിച്ചാലും ഉത്തരം നിങ്ങളുടെ നാവിൻ തുമ്പിലുണ്ടാവും. നമുക്ക് ഒരുമിച്ചിതൊന്ന് കണ്ടറിയാമല്ലേ? അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ. ഈ 6 ഭാഗങ്ങളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒന്നും മറന്നു പോകാതെ ഓർമ്മയിൽ നിൽക്കും. ശരി, അധികം മുഖവുരയൊന്നും വേണ്ട, നമുക്ക് നേരെ ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ഭാഗം ഇതാണ്. ഫെബ്രുവരി 13-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ശബ്ദവുമായി ബന്ധപ്പെട്ട 2 വലിയ ആഘോഷങ്ങൾ ഒരുമിച്ച് വരുന്ന ദിവസമാണത്. എന്തൊരു അടിപൊളി കോമ്പിനേഷനാണെന്ന് നോക്കിക്കേ. ഒരു വശത്ത് ഭാരതത്തിന്റെ വാനമ്പാടി എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന സരോജിനി നായിഡുവിന്റെ ശബ്ദം, മറുവശത്ത് ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തുന്ന റേഡിയോ എന്ന മാന്ത്രിക പെട്ടിയുടെ ശബ്ദം. ഒന്ന് ഒരു വ്യക്തിയുടെ ശക്തമായ ശബ്ദം, മറ്റൊന്ന് ഒരു മാധ്യമത്തിന്റെ അതിരുകളില്ലാത്ത ശബ്ദം. രണ്ടും ആഘോഷിക്കുന്നത് ഒരേ ദിവസം ഫെബ്രുവരി 13-ന്. ശ്രദ്ധിച്ചു കേൾക്കണം, ഇവിടെയാണ് PSC നിങ്ങളെ കുഴപ്പിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ചോദ്യം ഇങ്ങനെ വരും: INCയുടെ പ്രസിഡന്റായ ആദ്യ വനിതയാര് എന്ന് ചോദിച്ചാൽ ഉത്തരം ആനി ബസന്റാണ്. എന്നാൽ ചോദ്യം INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാര് എന്നാണെങ്കിൽ ഉത്തരം സരോജിനി നായിഡു ആണ്. സമ്മേളനം നടന്നത് 1925-ൽ കാൺപൂരിൽ വെച്ചാണ്. ആ ഇന്ത്യൻ എന്ന ഒറ്റ വാക്കിലാണ് നിങ്ങളുടെ ഒരു മാർക്ക് ഒളിഞ്ഞിരിക്കുന്നത്. ഈ വ്യത്യാസം ഇപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ചോളൂ. ഇനി നമുക്ക് ലോക റേഡിയോ ദിനത്തിന്റെ തീം നോക്കാം. ഇന്നത്തെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് AI-ക്ക് വാർത്ത വായിക്കാം, പാട്ടുവെച്ചു തരാം, എല്ലാം ചെയ്യാം. പക്ഷെ ഒരു റേഡിയോ ജോക്കി നമ്മളോട് സംസാരിക്കുന്ന ആ ഒരു ഫീൽ, ആ ഒരു കണക്ഷൻ തരാൻ AI-ക്ക് പറ്റുമോ? ഒരിക്കലുമില്ല. നിർമ്മിത ബുദ്ധി ഒരു ഉപകരണം മാത്രമാണ്, മനുഷ്യന്റെ ആത്മാവുള്ള ശബ്ദത്തിന് പകരമാവില്ല. അതാണ് ഈ വർഷത്തെ പ്രമേയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ദേശീയ അന്തർദേശീയ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. ഇവിടെയുമുണ്ട് ചില പ്രധാനപ്പെട്ട വാർത്തകൾ. എന്താണ് ഈ K-ലിഫ്റ്റ്? പേര് കേട്ട് പേടിക്കണ്ട. നമ്മുടെ സർക്കാർ ഓഫീസുകളിലെ പഴയ തുരുമ്പിച്ച പ്രവർത്തിക്കാത്ത ലിഫ്റ്റുകൾ കണ്ടിട്ടില്ലേ? ആ ഒരു അവസ്ഥ മാറ്റാനുള്ള പദ്ധതിയാണ് K-ലിഫ്റ്റ്. സിമ്പിളായി പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് ലിഫ്റ്റുകൾക്കൊരു ഇംപ്രൂവ്മെന്റ്. ആ പേരിൽ തന്നെയുണ്ട് സംഭവം. കേരള ലിഫ്റ്റ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ടെക്നോളജി. ആ പേരോർത്താൽ മതി. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് 2 പ്രധാനപ്പെട്ട അവാർഡുകളാണ്. ഇവിടെ ആളും അവാർഡും തമ്മിൽ മാറിപ്പോകാൻ നല്ല സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണേ. നോക്കൂ, P. പരമേശ്വരൻ പുരസ്കാരം സാഹിത്യത്തിനാണ്. ലഭിച്ചത് പ്രശസ്ത സാഹിത്യകാരൻ C. രാധാകൃഷ്ണന്. നമുക്കിത് എളുപ്പത്തിൽ ഓർക്കാം. പരമേശ്വരനെക്കുറിച്ച് രാധാകൃഷ്ണൻ ഒരു സാഹിത്യകൃതി എഴുതി എന്ന് വെറുതെ ഓർത്തുവെച്ചാൽ മതി. ഇനി ലക്ഷ്മീഭായ് പുരസ്കാരം. ഝാൻസി റാണിയെപ്പോലെ ധീരത വേണ്ട കളിയാണ് കായികം. അത് കിട്ടിയത് ഒരു ശ്രീമാനാണ്, P. ശ്രീധരൻ. അദ്ദേഹം ഒരു അത്ലറ്റിക്സ് കോച്ചാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് വെച്ച് പഠിച്ചാൽ കൺഫ്യൂഷൻ ഒഴിവാക്കാം. ശരി, കേരളത്തിലെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി വണ്ടി നേരെ ഡൽഹിക്ക് വിടാം. രാജ്യത്ത് മൊത്തത്തിൽ നടന്ന ചില വലിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു വാചകം മാത്രം മതി ഈ പദ്ധതിയുടെ ആശയം മുഴുവനായി മനസ്സിലാക്കാൻ. PM സൂര്യോദയ യോജന. അതായത് എല്ലാ വീടിന്റെ മുകളിൽ ഒരു കുഞ്ഞു സൂര്യൻ, ഒരു സോളാർ പാനൽ. സംഭവം സിമ്പിളാണ്. വീട്ടിൽ സോളാർ വെക്കുക, സൗജന്യമായ വൈദ്യുതി ഉണ്ടാക്കുക, കറണ്ട് ബില്ല് ലാഭിക്കുക. പക്ഷേ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് അതല്ല. ചോദ്യം ഇതായിരിക്കും: PM സൂര്യോദയ യോജന വഴി എത്ര വീടുകളിലാണ് സോളാർ പാനൽ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നത്? ആ സംഖ്യയാണ് പ്രധാനം. ഉത്തരം 1 കോടി. മറന്നുപോകരുത്, ഓപ്ഷനിൽ 10 ലക്ഷം, 50 ലക്ഷം എന്നൊക്കെ കാണും. കൃത്യമായ ഉത്തരം 1 കോടിയാണ്. ഇതൊരു സ്റ്റാറിട്ട് വെച്ചോളൂ, ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണിത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സൗത്ത് ബ്ലോക്കിൽ നിന്ന് പുതിയ സെൻട്രൽ വിസ്റ്റ കെട്ടിടത്തിലേക്ക് മാറി. എന്നാൽ അതിലും പ്രധാനപ്പെട്ടത് അതിന് നൽകിയ പുതിയ പേരാണ്, സേവാ തീർഥ്. അതായത് സേവനം ഒരു തീർത്ഥാടനം പോലെയാണ്.
ഈ പേര് മറക്കരുത്. സേവാ മന്ദിർ എന്നോ സേവാ സദൻ എന്നോ ഓപ്ഷനിൽ തന്ന് നിങ്ങളെ തെറ്റിക്കാം. ശരിയായ പേര് സേവാതീർഥ്. നമ്മൾ പണ്ട് പഠിച്ച വർഗീസ് കുര്യന്റെ ധവള വിപ്ലവമില്ലേ, അതിന്റെ ഒരു പുതിയ പതിപ്പ്, ഒരു 2.0 വേർഷനാണിത്. കേന്ദ്ര സഹകരണ മന്ത്രാലയമാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ക്ഷീരമേഖലയിലേക്ക് കൂടുതൽ സ്ത്രീകളെ കൊണ്ടുവരിക, അവരെ ശാക്തീകരിക്കുക എന്നതാണ്. എന്താ തമാശയാണെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ സംഗതി സത്യമാണ്. മുംബൈയിലെ കോസ്റ്റൽ റോഡിൽ ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് വന്നിരിക്കുന്നു. ഈ റോഡിലൂടെ ഒരു പ്രത്യേക വേഗതയിൽ വണ്ടിയോടിച്ചാൽ ടയറുകൾ റോഡിൽ ഉരസുമ്പോൾ ജയ്ഹോ എന്ന പാട്ട് കേൾക്കുന്നതുപോലെ തോന്നും. രസകരമായൊരു അറിവാണല്ലേ? ഓക്കെ, ഇന്ത്യക്കകത്തുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഇന്ത്യ ലോകവേദിയിൽ എങ്ങനെയാണ് തിളങ്ങുന്നത് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അന്താരാഷ്ട്ര തലത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1, 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഇതൊരു വലിയ കാര്യമാണ്. 2, ഖത്തറുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ശക്തമായി. 3, നമ്മുടെ എല്ലാം അഭിമാനമായൊരു നേട്ടമാണ്, അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം. നമ്മുടെ പ്രതിരോധശക്തി വർദ്ധിച്ചു എന്ന് സാരം. ഇനി നമുക്ക് വേഗത്തിൽ സ്പോർട്സ് ലോകത്തെ ചില പ്രധാന വാർത്തകളിലേക്ക് പോകാം. പ്രത്യേകിച്ച് കേരള PSC പരീക്ഷ എഴുതുന്നവർക്ക് സന്തോഷ് ട്രോഫിയുടെ ഫലം വളരെ പ്രധാനമാണ്. അതെ, ഫലം ഇതാണ്. സന്തോഷ് ട്രോഫി ഫൈനലിൽ സർവീസസ് ടീം കേരളത്തെ പരാജയപ്പെടുത്തി കിരീടം സ്വന്തമാക്കി. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടെങ്കിലും പരീക്ഷയ്ക്ക് ഇതൊരു മാർക്കാണ്. ആരാണ് വിജയി? സർവീസസ്. റണ്ണർ-അപ്പ് ആരാണ്? കേരളം. അതോടൊപ്പം ഇൻഡോർ അത്ലറ്റിക്സിൽ നമ്മുടെ മുരളി ശ്രീശങ്കർ മികച്ച പ്രകടനം കാഴ്ചവെച്ചതും ഓർത്തുവെക്കുന്നത് നല്ലതാണ്. ശരി, അപ്പൊ നമ്മൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചു. തലയ്ക്കകത്ത് എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിലായിട്ടുണ്ടാവും അല്ലേ? പേടിക്കണ്ട, നമുക്കിതെല്ലാം ഒരുമിച്ച് ഒന്ന് വേഗത്തിൽ ഓർത്തെടുക്കാം. എല്ലാവരും റെഡിയല്ലേ? റെഡിയല്ലേ? നമുക്ക് മിന്നൽ വേഗത്തിലൊന്ന് റിവൈസ് ചെയ്യാം. ഞാൻ കീവേഡ് പറയും, നിങ്ങളുത്തരം മനസ്സിൽ പറയണം. ഫെബ്രുവരി 13 വനിതാ ദിനം, റേഡിയോ ദിനം. സരോജിനി നായിഡു 1925 കാൺപൂർ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ്. ലിഫ്റ്റ് കേരളത്തിലെ സർക്കാർ ലിഫ്റ്റുകൾ. സേവാതീർഥ് PMOയുടെ പുതിയ പേര്. സന്തോഷ് ട്രോഫി വിജയിച്ചത് സർവീസസ്. ബ്രിക്സ് 2026 വേദി നമ്മുടെ ഇന്ത്യ. കണ്ടോ, ഇത്രയുള്ള കാര്യം. അപ്പൊ ഇതാണ് ഇന്നത്തെ ചോദ്യം. എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളിത് പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. എന്തായിരുന്നു ആ പേര്? ഒരു ചെറിയ ക്ലൂ തരാം. സേവനം ഒരു. അതെ, ശരിയായ ഉത്തരം സേവാതീർഥ്. ഉത്തരം ശരിയാക്കിയവർക്ക് എന്റെ വക ഒരു വലിയ അഭിനന്ദനം. കണ്ടില്ലേ, കറന്റ് അഫയേഴ്സ് എന്നത് പേടിക്കേണ്ട ഒന്നല്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെടുത്തി പഠിച്ചാൽ ഏത് പരീക്ഷയെ നമുക്ക് ധൈര്യമായി നേരിടാം. ഫെബ്രുവരി 13 നമ്മളിപ്പോൾ ലോക്ക് ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തതായി ഏത് തീയതിയാണ് നമ്മൾ ഇതുപോലെ പഠിക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ റാങ്കിനായുള്ള യാത്രയിൽ ഞാനും കൂടെയുണ്ടാകും. എല്ലാവർക്കും വിജയാശംസകൾ.